الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم وأذن في الناس بالحج يأتوك رجالا وعلى كل ضامر يأتين من كل فج عميق ليشهدوا منافع لهم ويذكروا اسم الله في أيام معلومات على ما رزقهم من بهيمة الأنعام فكلوا منها وأطعموا البائس الفقير. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ശരിയായ രൂപത്തിൽ പഠിച്ച് മനസ്സിലാക്കുവാനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് പടച്ചറബിനോട് നന്ദിയുള്ളവരായി തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ പരിശ്രമിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവൻ്റെ വിധിവിലക്കുകൾ കണിശമായി പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ ആരാധനാ കർമ്മങ്ങളിൽ ഒന്നാണ് ഹജ്ജ് എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ശാരീരികവും സാമ്പത്തികവുമായ ശേഷിയും സൗകര്യവുമുള്ള ആളുകൾ അവരുടെ ആയുഷ്കാലത്തിൽ ഒരിക്കലെങ്കിലും ആ കർമ്മം നിർവഹിക്കൽ അവർക്ക് ബാധ്യതയുള്ള സംഗതിയാണ്. പക്ഷേ ശാരീരികമായും സാമ്പത്തികമായുമൊക്കെ ശേഷിയും സൗകര്യമുണ്ടായിട്ടും ഹജ്ജിനെ സംബന്ധിച്ചോ ഉംറയെ സംബന്ധിച്ചോ ശ്രദ്ധയും താല്പര്യവും കാണിക്കാത്തവരുണ്ടെങ്കിൽ അതീവ ഗൗരവമുള്ള സംഗതിയാണ് എന്നുള്ളത് നാം ഓർക്കേണ്ടതുണ്ട്. സലഫുസ്സാലിഹ്യങ്ങൾ പറഞ്ഞതുപോലെ അങ്ങനെയുള്ള ആളുകൾ ഫൽ യമുത് ഇൻഷാ യഹൂദിയൻ ഔ നസ്റാനിയ, എന്തിനാ മുസ്ലിമാണെന്ന് പറഞ്ഞ് നടക്കുന്നത് എന്നാണ് അതിന്റെ അർത്ഥം. അവരാഗ്രഹിക്കുന്നുവെങ്കിൽ ജൂതനോ ക്രിസ്ത്യാനിയോ ഒക്കെ ആയി അവർക്ക് മരിക്കാമല്ലോ എന്ന് സച്ചരിതരായ മുൻഗാമികൾ ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെ, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള
സ്വഹാബികൾ പറഞ്ഞതായി നമുക്ക് കാണുവാൻ സാധിക്കും. അള്ളാഹു പറഞ്ഞത് വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല. ആരോഗ്യം കൊണ്ട്, അതേപോലെ സാമ്പത്തികമായ സൗകര്യം കൊണ്ട്, യാത്രാ സൗകര്യങ്ങൾ കൊണ്ടൊക്കെ അവിടേക്ക് എത്തിപ്പെടാൻ പറ്റുന്ന സാഹചര്യത്തിലാണുള്ളതെങ്കിൽ ജനങ്ങൾക്ക്, മനുഷ്യന്മാർക്ക് പടച്ചറബിനോടുള്ള ഒരു ഹക്കാണ്, ബാധ്യതയാണ് ഹജ്ജ് എന്നുള്ള കാര്യം അള്ളാഹു പറഞ്ഞു. വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ. എന്നാൽ ആരെങ്കിലും അതിനെ നിഷേധിക്കുന്നുവെങ്കിൽ, എനിക്ക് ഹജ്ജൊന്നും ചെയ്യാൻ സൗകര്യമില്ല എന്നാണ് ഭാവമെങ്കിൽ, തീർച്ചയായും അള്ളാഹു ലോകരെ തൊട്ടു എല്ലാവരെ സംബന്ധിച്ചും നിരാശ്രയനാണ്. നമ്മൾ ഹജ്ജ് ചെയ്തതുകൊണ്ട്, ഉംറ നിർവഹിച്ചതുകൊണ്ട് പടച്ചിറപ്പിനൊന്നും കിട്ടാനില്ല, ഹജ്ജ് എന്നല്ല നിസ്കാരത്തിന്റെയും ഏത് ഇബാദത്തിന്റെയും കാര്യത്തിൽ. അതുകൊണ്ട് അത് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ ചിന്തിക്കണം, ആലോചിക്കണമെന്നാണ് ഒന്നാമതായി ഉണർത്തുവാനുള്ളത്. അതേപോലെ സഹോദരങ്ങൾ, ഇസ്ലാമിലെ ഏത് ആരാധനകളും നമ്മൾ എടുത്തു പരിശോധിച്ചാൽ അവ കേവലം ഒരു ആരാധനക്ക് വേണ്ടിയുള്ള ആരാധന എന്ന നിലക്കല്ല, മറിച്ച് അതിനപ്പുറം പല പല ഉദ്ദേശ ലക്ഷ്യങ്ങൾ അതിന്റെ എല്ലാം പിന്നിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അടിസ്ഥാന ആശയാദർശങ്ങളെ ഊട്ടി ഉറപ്പിക്കുന്ന കൃത്യമായ ചില സംസ്കരണങ്ങളും തർബിയത്തും നമുക്ക് പകർന്നു നൽകുന്ന ഓരോ പാഠങ്ങളും ഈ ആരാധനകളിലെല്ലാം ഉണ്ട് എന്നത് ഇസ്ലാമിന്റെ ആരാധനകളുടെ, ഇബാദത്തുകളുടെ സവിശേഷതയാണ്. ഹജ്ജിന്റെ കാര്യവും ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല. ഇസ്ലാമിന്റെ അടിത്തറയായ തൗഹീദിനെ ഊട്ടി ഉറപ്പിക്കുന്ന, ആ ഈമാൻ മനസ്സിൽ ശക്തമാക്കുന്ന വിളംബരം കൂടിയാണ് ഹജ്ജിൽ ഉടനീളം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, കണ്ടുകൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജിന്റെ രൂപം വിശദമായി വിശദീകരിക്കുന്ന ജാബിർ റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്റാമിലേക്ക് പ്രവേശിച്ച ആ സംഗതി അദ്ദേഹം വിശദീകരിക്കുന്നത് സുമ്മ അഹല്ല ബിത്തൗഹീദ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒച്ചയിൽ തന്റെ തൗഹീദ്, ഏകദൈവ വിശ്വാസത്തിന്റെ ആ കലിമത്ത് പ്രഖ്യാപിച്ചു, ഉറക്കി പറഞ്ഞു എന്നാണ്. അഥവാ തൽബിയത്തിന്റെ ഓരോ വാക്കുകളെയും വിലയിരുത്തുമ്പോൾ നമുക്ക് തൗഹീദിന്റെ വചനങ്ങളായി കാണുവാൻ സാധിക്കും. അതിന്റെ അർത്ഥവും ആശയവും ഒക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, അല്ലാഹുവേ നിന്റെ വിളിക്കിതാ ഉത്തരം ചെയ്ത് ഞാൻ എത്തിയിരിക്കുന്നു. ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്, പടച്ചവനെ നിന്റെ വിളിക്ക് ഉത്തരം ചെയ്ത് ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്, നിനക്ക് യാതൊരു വിധത്തിലുള്ള പങ്കുകാരുമില്ല. ലബ്ബൈക്, അല്ലാഹുവേ വീണ്ടും നിന്റെ വിളിക്കിതാ ഞാൻ ഉത്തരം നൽകിയിരിക്കുന്നു. ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക്, സർവമാന അനുഗ്രഹങ്ങളും അതേപോലെ എല്ലാവിധ ആധിപത്യവും അധികാരവും നിന്റെ കൈകളിലാണ്, നിന്റേതാണ് പടച്ചവനെ. അതിനാൽ ഞാൻ സമർപ്പിക്കുന്ന എല്ലാ സ്തുതികീർത്തനങ്ങളും നിനക്ക് മാത്രമാണ്. ലാ ശരീക ലക, അതിൽ നിനക്ക് യാതൊരു പങ്കുകാരുമില്ല. ഇങ്ങനെ കറകളഞ്ഞ ഈമാനിന്റെ, തൗഹീദിന്റെ ആശയങ്ങളാണ് ഒരു ഹാജ് അല്ലെങ്കിൽ ഒരു ഉംറക്ക് പോകുന്ന വ്യക്തി ഇഹ്റാമിലേക്ക് പ്രവേശിച്ചത് മുതൽ നിരന്തരം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ മാത്രമായ പ്രത്യേകതകളിൽ അഥവാ സവിശേഷതകളിൽ പടച്ചവന്റേതായ ഹസായിസുകൾ, പ്രത്യേകതകളുണ്ട്. അതിൽ മറ്റാരെയും പങ്കുചേർക്കാതെ അവന് മാത്രം വകവെച്ചു കൊടുക്കുന്ന ഒരു കണിശമായ ആദർശ സ്ഫുടത, വ്യക്തത ഈ തൽബിയത്തിന്റെ ഓരോ വരികളിലും നമുക്ക് കാണുവാൻ സാധിക്കും. അള്ളാഹുവിന്റെ അഫ്ആലുകളുണ്ട്, പടച്ചവൻ മാത്രം ചെയ്യുന്ന പ്രവൃത്തികൾ. അള്ളാഹുവിന്റെ സിഫാത്തുകളുണ്ട്, അവന്റെ മാത്രമായ വിശേഷണങ്ങൾ, ഗുണങ്ങൾ. അതിലൊന്നും ആർക്കും പങ്കില്ലെന്ന് ഉറച്ച് പ്രഖ്യാപിക്കാൻ ഹജ്ജിലേക്ക് പ്രവേശിക്കുന്ന ഒരാൾക്ക് സാധിക്കും. സർവ്വ അനുഗ്രഹങ്ങളും, ആരോഗ്യമാകട്ടെ, സമ്പത്താകട്ടെ, സന്താനങ്ങളാകട്ടെ, എല്ലാം എനിക്ക് നൽകിയത് പടച്ച റബ്ബാണ്. അതിനുള്ള നന്ദിയും അതുകൊണ്ട് തന്നെ അവനോട് മാത്രമാണ് ഞാൻ പ്രകടിപ്പിക്കുന്നത് എന്ന് പ്രഖ്യാപിക്കുന്ന ആ വചനം നമ്മളെ ജീവിപ്പിക്കുന്നത്, മരിപ്പിക്കുന്നത്, ഈ ലോകത്തെ മൊത്തം സർവ്വകാര്യങ്ങളും നിയന്ത്രിക്കുന്നത് എല്ലാം അള്ളാഹു ആണ് എന്ന് തിരിച്ചറിഞ്ഞ് ലാ ശരീക ലക്, അള്ളാഹുവേ നിനക്ക് യാതൊരു പങ്കുകാരുമില്ല എന്നാണ് പ്രഖ്യാപിക്കുന്നത്. ഇതേപോലെ അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട ചില ഹക്കുകളുണ്ട്, അവകാശങ്ങളുണ്ട്. അത് മറ്റാർക്കും നൽകാതിരിക്കുക എന്നതും ഈ കറകളഞ്ഞ വിശ്വാസത്തിന്റെ, ഈമാനിന്റെ ഭാഗമാണ്. അഥവാ ഇബാദത്തുകൾ ചെറുതും വലുതുമായ എല്ലാം പടച്ച റബ്ബിനല്ലാത്ത, അള്ളാഹുവിന്റെ മുമ്പിലല്ലാത്ത ആർക്കും സമർപ്പിക്കുകയില്ല എന്നത് ഇസ്ലാമിന്റെ ഏറ്റവും അടിത്തറയായ സംഗതിയാണ്. വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന, നിന്റെ റബ്ബ് വിധിച്ചിരിക്കുന്നു, കൽപ്പിച്ചിരിക്കുന്നു, ആ റബ്ബിനെ അല്ലാതെ നിങ്ങൾ ആരാധിക്കരുത് എന്ന്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരിക്കൽ വാഹനപ്പുറത്ത് മുആദ് റളിയല്ലാഹു അൻഹു യാത്ര ചെയ്യുകയാണ്. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, അതദ്രി മാ ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ്, മനുഷ്യന്മാർക്ക് പടച്ച റബ്ബിനോട് ചില ഹക്കുകളുണ്ട്, അങ്ങനെ ഹക്ക് പാലിക്കുന്ന ആളുകളോട് തിരിച്ച് അള്ളാഹും ചില ബാധ്യതകൾ ഏറ്റെടുത്തിട്ടുണ്ട്, അത് എന്താണെന്ന് അറിയുമോ മുആദേ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്. മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിനും പിന്നെ അവന്റെ റസൂലിനുമാണ് ഏറ്റവും കൂടുതൽ അറിയുക. ആ അദബിന്റെ മര്യാദയുടെ രീതിയിൽ അദ്ദേഹം പ്രതികരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ്, മനുഷ്യന്മാരുടെ അടിമകളുടെ ബാധ്യതയാണ്, റബ്ബിനോടുള്ള ഹക്കാണ്, അൻ യഅ്ബുദൂഹു വലാ യുശ്രികൂ ബിഹി ശൈഅ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നത്, പടച്ച റബ്ബിൽ യാതൊന്നിനെയും ചേർക്കാതിരിക്കുക എന്നത്. അങ്ങനെയാണെങ്കിൽ വഹഖുൽ ഇബാദി അലല്ലാഹ്, അള്ളാഹു ആ അടിമകളോട് ചില ബാധ്യതകൾ ഏറ്റിട്ടുണ്ട്, സ്വയം ഏറ്റതാണ്, ആരും ഏൽപ്പിച്ചതല്ല. അല്ലാ യുഅദ്ദിബ മൻ ലാ യുശ്രിക ബിഹി ശൈഅ, പടച്ച റബ്ബിൽ യാതൊന്നിനെയും പങ്കുചേർക്കാത്ത ഒരാളെയും അള്ളാഹു കാലാകാലം നരകത്തിൽ പ്രവേശിപ്പിച്ച് ശിക്ഷിക്കുകയില്ല എന്നത് അള്ളാഹുവിന്റെയും ഒരു തീരുമാനമാണ്. അതുകൊണ്ട് എല്ലാ നബിമാരും വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ വ്യത്യസ്ത സമൂഹങ്ങളിലേക്ക് വന്ന പ്രവാചകന്മാരായിട്ടും മാറ്റമില്ലാതെ അവരൊക്കെ പറഞ്ഞത്, ഖുർആൻ ഒരു ആവർത്തി വായിച്ചു നോക്കുന്ന ആളുകൾക്ക് കാണുവാൻ സാധിക്കും, യാ ഖൗമി ഉബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു, നിങ്ങൾക്ക് സങ്കടങ്ങൾ പറയാൻ, നിങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഇറക്കി വെക്കാൻ, ചോദിക്കാൻ, ഏത് പ്രതിസന്ധിയിലും ഏത് പ്രയാസങ്ങളിലും നിങ്ങളുടെ താങ്ങായി, തണലായി, അത്താണിയായി ആ പടച്ചവനല്ലാതെ മറ്റാരുമില്ല എന്നത് എല്ലാ നബിമാരും അവരുടെ ജനതയോട് ആവർത്തിച്ച് ഉണർത്തിയത് ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. നമസ്കാര ശേഷവും ഹജ്ജിന്റെ ദിവസങ്ങളിലും എല്ലാം ഈ ആശയം നമ്മൾ ആവർത്തിച്ചു പറയുന്നത് ഖുർആൻ ആ വിശ്വാസത്തെ എത്ര കണ്ട് ചേർത്ത് പിടിച്ചിട്ടുണ്ട്, അത് നമ്മുടെ മനസ്സിൽ ഊട്ടിയുറപ്പിക്കുവാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നതിന്റെ ഒരു നേർരേഖ കൂടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി, ഞാനും എനിക്ക് മുമ്പ് കഴിഞ്ഞുപോയ സർവ്വ പ്രവാചകന്മാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വചനം, അതേപോലെ അഫ്ളലു ദുആഇ ദുആഉ യൗമി അറഫ, അറഫയിലെ പ്രാർത്ഥന ദിവസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ് അറഫ ദിവസം. അവിടെ വെച്ച് നടത്തുന്ന പ്രാർത്ഥനകളാണ് ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ടും ഇതേ വാചകങ്ങൾ ഹദീസുകളിൽ പറയുന്നത് കാണുവാൻ സാധിക്കും. അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല, അവൻ മാത്രം, അവന് യാതൊരു പങ്കുകാരുമില്ല. ലഹുൽ മുൽക്കു വലഹുൽ ഹംദ്, അവനാണ് സർവ്വ ആധിപത്യവും അധികാരവും, അവനാകുന്നു സർവസ്തുതിയും. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവനാണ് എല്ലാറ്റിനും കഴിവുള്ളവൻ. ലാ ഇലാഹ ഇല്ലല്ലാഹു വലാ നഅ്ബുദു ഇല്ലാ ഇയ്യാഹു മുഖ്ലിസീന ലഹുദ്ദീൻ വലൗ കരിഹൽ മുശ്രികൂൻ, നമസ്കാരത്തിന് ശേഷം ചെല്ലാൻ പറഞ്ഞ ദിക്റുകളുടെ കൂട്ടത്തിൽ ഉള്ളതാണ്. അഥവാ ഈ പറഞ്ഞ ആശയം ഒരൽപ്പം വിട്ടുപോകാതെ, തെന്നിപ്പോകാതെ ശക്തമായി ഒരു വിശ്വാസിയുടെ മനസ്സിൽ ഊട്ടിയുറപ്പിക്കുകയാണ് എല്ലാ ഇബാദത്തുകളിലൂടെയും എന്നതുപോലെ ഹജ്ജിന്റെ ഓരോ ചലനങ്ങളിലും. അപ്പോൾ പ്രാർത്ഥനയാകുന്ന ഒരു വിശ്വാസി സമർപ്പിക്കുന്ന ഇബാദത്ത്, അതേപോലെ സഹായത്തേട്ടം, നേർച്ചകൾ, വഴിപാടുകൾ എല്ലാം പടച്ച റബ്ബല്ലാത്ത ആർക്കെങ്കിലും സമർപ്പിച്ചുകൊണ്ടാണ് ഒരാൾ ഹജ്ജ് ചെയ്യുന്നതെങ്കിൽ അയാളുടെ ഹജ്ജ് ബാത്തിലാണ്. അത് ഞാൻ പറയുന്നതല്ല, വിശുദ്ധ ഖുർആൻ ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. അമ്പിയാക്കന്മാരുടെ കാര്യം സൂറത്ത് അൻആമിലെ 6-ാമത്തെ അധ്യായം നിരവധി പ്രവാചകന്മാരുടെ പേരെടുത്ത് പരാമർശിച്ചതിന് ശേഷം 88-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, വലൗ അശ്റകൂ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ, ഈ പ്രവാചകന്മാരൊക്കെ ത്യാഗം ചെയ്തത്, അവർ അനുഷ്ഠിച്ച തുല്യതയില്ലാത്ത ത്യാഗ പരിശ്രമങ്ങൾ എല്ലാം നിഷ്ഫലമായി പോകും. എപ്പോൾ? അവരെങ്ങാനും അള്ളാഹുവിൽ ശിർക്ക് വെച്ചാൽ, പങ്കുചേർത്താൽ. പടച്ചറബിന് മാത്രം സമർപ്പിക്കേണ്ട ഏതെങ്കിലും ഒന്ന് അള്ളാഹു അല്ലാത്തവർക്ക് കൊടുത്താൽ, അത് അമ്പിയാക്കന്മാരാണെങ്കിലും ഔലിയാക്കന്മാരാണെങ്കിലും മലായിക്കത്തുകളാണെങ്കിലും ജിന്നുകളാണെങ്കിലും ആരുമാകട്ടെ, അവർക്ക് സമർപ്പിക്കാൻ പാടില്ല. സമർപ്പിച്ചാൽ അവർ ചെയ്ത എല്ലാ ഇബാദത്തുകളും സൽക്കർമ്മങ്ങളും തകർന്നു പോകും. അതാണ് ദീനിന്റെ അടിത്തറ. അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വേറെ എന്തുണ്ടായിട്ടും കാര്യമില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രത്യേകം വിളിച്ച് ആ ശൈലിയിൽ നമുക്ക് കാണാൻ സാധിക്കും. 39-ാം അധ്യായം സൂറത്തു സുമറിലെ 65-ാമത്തെ ആയത്തിൽ ഇതേപോലെ തന്നെ
പ്രവാചകരെ, താങ്കളെങ്ങാനും അള്ളാഹുവിൽ പങ്കുചേർത്താൽ ലയഹ്ബത്തന്ന അമലുക്, താങ്കളുടെ സകലമായ അമലുകളും നിഷ്ഫലമായി തകർന്നു പോകും. ഇത് പച്ചക്ക് പറഞ്ഞു കൊടുക്കണം ആളുകളോട്. സമൂഹത്തെ ആ രീതിയിൽ വളർത്തിക്കൊണ്ടുവന്നില്ലെങ്കിൽ മുസ്ലിം ഉമ്മത്തിന്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഖിയാമത്ത് നാൾ വരെയും തീരുകയില്ല എന്ന് മാത്രമല്ല, റബ്ബിന്റെ കരുണാ കടാക്ഷം അവർക്ക് നേരെ ഉണ്ടാവുകയില്ല എന്ന് തിരിച്ചറിയാൻ സാധിക്കും. അത് തൗഹീദിന്റെ ഈ കറകളഞ്ഞ ആശയം ഹജ്ജ് നമ്മെ പ്രത്യേകം ഉണർത്തുന്നുണ്ട് എന്നതാണ്. അതേപോലെ സഹോദരങ്ങളെ, ആ ഹജ്ജിന്റെ ഓരോ കർമ്മങ്ങളും നമ്മൾ നിരീക്ഷിക്കുമ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞ മറ്റൊരു കാര്യം, മരണവും മരണാനന്തര ജീവിതവും പരലോകവുമൊക്കെ നമ്മെ കൃത്യമായി ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഹജ്ജ്. ഉറ്റവരോടും ഉടയവരോടും ഒക്കെ യാത്ര പറഞ്ഞു പോവുകയാണ് ഹജ്ജിന് പോകുന്ന ആളുകൾ. നാടും വീടും സമ്പത്തും ഇടപാടുകളും എല്ലാം വിട്ടേച്ചുള്ളൊരു യാത്ര. ഇത് തിരിച്ചു വരുമോ എന്ന് പറയാൻ ഏത് യാത്രയിലും അങ്ങനെ തന്നെയാണെങ്കിലും ഹജ്ജിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും ഹജ്ജിന്റെ യാത്രയും മരിച്ചു പോകുന്ന ഖബറിലേക്കുള്ള യാത്രയും പല പല സാദൃശ്യങ്ങളും സാമ്യതകളും ഉള്ളതായി പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് കാണുവാൻ സാധിക്കും. അതിൽപ്പെട്ട ഒന്നാണിത്. എല്ലാവരോടും യാത്ര പറഞ്ഞ് ഉറ്റവരോട് ഉടയവരോടൊക്കെ വിട പറഞ്ഞു പോകുന്നൊരു യാത്ര. അതേപോലെ ആ ഇഹ്റാമിന്റെ വസ്ത്രം കഫൻ പുടമയെ അനുസ്മരിപ്പിക്കുന്നതാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഇഹ്റാമിൽ ഒരു വിശ്വാസി മരിക്കുകയാണെങ്കിൽ, മുഹ്രിമായിരിക്കെ ഹജ്ജിന് വേണ്ടി ഉംറക്ക് വേണ്ടി ഇഹ്റാമിൽ പ്രവേശിച്ച ആ വസ്ത്രത്തിലായിരിക്കെ ഒരാൾ മരിച്ചാൽ ഇഗ്സിലൂഹു ബിമാഇൻ വസിദർ, ഇഞ്ചയും വെള്ളവും ഒക്കെ ഉപയോഗിച്ച്, താളിയും വെള്ളവും ഒക്കെ ഉപയോഗിച്ച് അയാളെ കുളിപ്പിക്കുക. വകഫിനൂഹു ഫീ സൗബൈഹി, അയാൾ ധരിച്ചിട്ടുള്ള ആ രണ്ട് വസ്ത്രത്തിലാണ് നിങ്ങൾ അയാളെ കഫൻ ചെയ്യേണ്ടത്. വലാ തുഖമ്മിറു റഅസഹു, അയാളുടെ തല നിങ്ങൾ മറക്കരുത്. സാധാരണ നമ്മൾ മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്യുമ്പോൾ ശരീരം മൊത്തം തുണിയിൽ പൊതിയും. എന്നാൽ ഇഹ്റാമിൽ മരിച്ച ഒരു വിശ്വാസിയാണെങ്കിൽ പുരുഷനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ തല മറക്കാതെ ആ രണ്ട് വസ്ത്രവും പുതച്ചുകൊണ്ട് തന്നെയാണ് അയാളെ കഫൻ ചെയ്യേണ്ടത്. ഫഇന്നഹു യുബ്അസു യൗമൽ ഖിയാമത്തി മുലബ്ബിയ, ഖിയാമത്ത് നാളിൽ അയാൾ ഉയർത്തെഴുന്നേറ്റ് വരുന്നത് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന തൽബിയത്ത് പറഞ്ഞുകൊണ്ടായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പോ ആ യാത്രയാണ് നമ്മൾ പോകുന്നത് എന്ന കൃത്യമായൊരു ധാരണ ഹജ്ജിന് പോകുന്നവർക്കും ഉണ്ടാകണം. ഹജ്ജിനെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ട സംഗതിയാണ്. അതേപോലെ ഇഹ്റാമിൽ പ്രവേശിച്ച ആളുകൾ എല്ലാ ആഡംബര വസ്തുക്കളിൽ നിന്നും ഒഴിവായിക്കൊണ്ടുള്ള യാത്രയാണ്. അയാൾക്ക് എല്ലാ തരത്തിലുള്ള സംഗതികൾ ഉണ്ടായിട്ടും സുഗന്ധം അയാൾ ഉപയോഗിക്കുന്നില്ല. തുന്നിയ നല്ല പുതിയ പുത്തൻ വസ്ത്രം അയാൾക്കുണ്ടെങ്കിലും അതൊക്കെ മാറ്റിവെച്ച് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് എല്ലാ ദുനിയാവിന്റെ എല്ലാ ആഡംബരങ്ങളിൽ നിന്നും ഒഴിഞ്ഞുകൊണ്ടുള്ളൊരു യാത്രയാണ്. അതേപോലെ ഹജ്ജിന്റെ കർമ്മങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അറഫയിൽ സംഗമിക്കൽ. നമുക്കറിയാം, അൽ ഹജ്ജു അറഫ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാണ് അറഫ എന്ന് ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണ്. അതുകൊണ്ടാണ് രോഗിയായി ICUവിൽ കിടക്കുന്ന ആളുകളെ പോലും വീൽ ചെയറിലും അതേപോലെ തന്നെ സ്ട്രക്ചറിലും ഒക്കെയായി ആ അറഫ ദിനത്തിൽ, അറഫയുടെ സംഗമത്തിൽ അവരെ ഒന്ന് അവിടെ കൊണ്ടുവരും. അങ്ങനെയുള്ള ആ അറഫ മഹ്ശറയിൽ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ എല്ലാ ആളുകളും സംഗമിക്കുന്ന ഖിയാമത്ത് നാൾ വരെയുള്ള എല്ലാ ആളുകളും ഒത്തുകൂടുന്ന ആ മഹ്ശറയെ അനുസ്മരിപ്പിക്കുന്ന അതിന്റെ ഒരു മിനി പിക്ചറാണ് വാസ്തവത്തിൽ അറഫ എന്നുള്ളത്. അറഫയിൽ സംഗമിച്ചിട്ടുള്ള ആളുകൾക്കറിയാം, അവിടെ പല ഭാഷക്കാരുമുണ്ട്, പല ദേശക്കാരുമുണ്ട്, പല വലിപ്പത്തിലും ആകാരത്തിലും ഒക്കെയുള്ള ആളുകളുണ്ട്. എല്ലാവരും ആ അറഫയിൽ സംഗമിക്കുകയാണ്. ഒരേ മനസ്സോടുകൂടി പടച്ച റബ്ബിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് അവരുടെ എല്ലാ ആവശ്യങ്ങളും സങ്കടങ്ങളും പറഞ്ഞ് റബ്ബിന്റെ മുന്നിൽ കണ്ണീരൊലിപ്പിച്ച് ദീർഘമായ ആ കാത്തുനിൽപ്പ് വാസ്തവത്തിൽ മഹ്ശറയെ അനുസ്മരിപ്പിക്കുന്ന സംഗതിയാണ് എന്നാണ്. അതേപോലെ മരണത്തിന്റെ വിളിയെത്തിയാൽ, മലക്കുൽ മൗത്ത് എത്തിക്കഴിഞ്ഞാൽ കൂട്ടിക്കൊണ്ടുപോകും. അവർ അവിടെ ആരെയും കാത്തു നിൽക്കുകയോ തടഞ്ഞു നിർത്തുകയോ ചെയ്യുകയില്ല. എന്തെല്ലാം തിരക്കുകൾ ഉണ്ടെങ്കിലും, എന്തെല്ലാം നമ്മൾ പൂർത്തീകരിക്കാൻ ആയി നിൽക്കുന്നുണ്ട് എങ്കിലും അവിടെ ഒന്നിനും സമയമില്ലാതെ ഒരു സെക്കൻഡ് പോലും മുന്തിക്കുകയോ പിന്തിക്കുകയോ ചെയ്യാതെ മലക്കുൽ മൗത്ത് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും. അതാണ് മരണമെങ്കിൽ അങ്ങനെ അതിന് സമാനമായ ഒന്നാണ് ഹജ്ജിന്റെയും ആ വിളി എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും നമ്മൾ അവിടെ എത്തുമെന്ന് മാത്രമല്ല, അവരെ എത്തുകയുള്ളൂ. സമ്പത്തുണ്ടായിട്ടും പാസ്പോർട്ട് ഉണ്ടായിട്ടും വിസ അടിച്ചിട്ടും ഒന്നും കാര്യമില്ല. ആ അറഫയിലേക്ക് അല്ലെങ്കിൽ ഹജ്ജിന്റെ ഭൂമിയിലേക്ക് എത്തണമെങ്കിൽ പടച്ച റബ്ബിന്റെ പ്രത്യേകമായ വിളിയും തീരുമാനവും ഉണ്ടായിരിക്കണം.
അപ്പോ മരണത്തെ അനുസ്മരിപ്പിക്കുന്ന ധാരാളം സമാനതകൾ പണ്ഡിതന്മാർ ഹജ്ജിന്റെ യാത്രയിൽ, ഹജ്ജിന്റെ കർമ്മങ്ങളിൽ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതേപോലെ സഹോദരങ്ങളെ, മതപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ ഗൗരവപ്പെട്ട മറ്റൊരു സംഗതിയാണ് പടച്ച റബ്ബിന് പൂർണ്ണമായി കീഴൊതുങ്ങുക, കീഴ്വണക്കവും അനുസരണവും അള്ളാഹുവിനെ ആക്കുക എന്ന. അള്ളാഹു ഒരു കാര്യം പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം നിർദ്ദേശിച്ചാൽ നിൽക്കട്ടെ, ഒന്ന് ആലോചിക്കട്ടെ എന്നൊരു വിശ്വാസിക്ക് പറയാൻ അവകാശമില്ല. അല്ലെങ്കിൽ പറഞ്ഞാൽ, നിർദ്ദേശിച്ചാൽ എന്താ അങ്ങനെ എന്നൊരു മറുചോദ്യം ചോദിക്കാൻ അവകാശമില്ല. അതാണ് മുസ്ലിം എന്ന വാക്കിന്റെ തന്നെ അർത്ഥം. അസ്ലമ യുസ്ലിമു, മുസ്ലിം, ഇതാണ് അറബി വാക്കിന്റെ ആ റൂട്ട് വേർഡ്. അസ്ലമ എന്ന് പറഞ്ഞാൽ കീഴൊതുങ്ങി, സമർപ്പിച്ചു എന്നാണ്. മുസ്ലിം എന്ന് പറഞ്ഞാൽ സ്വയം സമർപ്പിച്ചവൻ റബ്ബിന്റെ മുന്നിൽ. ഒരു വിശ്വാസിയുടെ പ്രത്യേകതയായി ഖുർആൻ ആവർത്തിച്ചു പറഞ്ഞു, ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീൻ, വിശ്വാസികളുടെ, മുഅ്മിനീങ്ങളുടെ വാക്ക്, പ്രഖ്യാപനം ഇത്രമേ ആവാൻ പാടുള്ളൂ, ഇത്ര മാത്രമേ ആകുവാൻ പാടുള്ളൂ. ഇദാ ദുഊ ഇലല്ലാഹി വറസൂലിഹി, അല്ലാഹുവിലേക്കും റസൂലിലേക്കും അവരെ ക്ഷണിച്ചാൽ, ലിയഹ്കുമ ബൈനഹും, അവർക്കിടയിൽ ഒരു വിഷയത്തിൽ തീർപ്പ് കൽപ്പിക്കാൻ, വിധി പറയാൻ അള്ളാഹുവിന്റെ വിധിയുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അധ്യാപനമുണ്ട്. അതിലേക്ക് വരൂ എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് പറയാൻ ഒരു വിശ്വാസിക്ക് അവകാശമില്ല. മറിച്ച് യഥാർത്ഥ മുഅ്മിനാണെങ്കിൽ അള്ളാഹ് എന്താ പറഞ്ഞത് ഞങ്ങൾ കേൾക്കട്ടെ, ഞങ്ങൾ ഇതാ അനുസരിച്ചിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്താണ്, അത് ഞങ്ങൾ ഇതാ കേട്ടിരിക്കുന്നു, അനുസരിച്ചിരിക്കുന്നു എന്നല്ലാതെ മറിച്ചൊരു അഭിപ്രായവും നിലപാടും ഈമാനുള്ളവർക്കില്ല എന്ന് ഖുർആൻ 24-ാം അധ്യായം സൂറത്തുൻ നൂറിലെ 51-ാമത്തെ വചനത്തിലൂടെ പഠിപ്പിച്ചു. വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് യഥാർത്ഥ വിജയികൾ എന്ന് ഖുർആൻ ഉണർത്തുകയാണ്. അപ്പൊ ചോദ്യം ചെയ്യാതെ നിരുപാധികമായി അനുസരിക്കുന്ന അനുസരണം, അള്ളാഹ് പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചാൽ അതായിരിക്കണം ഒരു വിശ്വാസിയുടെ നിലപാട്. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ, ഈമാനുള്ള ഒരാണിനും ഈമാനുള്ള ഒരു പെണ്ണിനും ഉണ്ടാകുവാൻ പാടില്ല, ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറൻ, അല്ലാഹുവും അവന്റെ റസൂലും ഒരു കാര്യം കൽപ്പിച്ചാൽ, അൻ യകൂന ലഹുമുൽ ഖിയറത്തു മിൻ അംരിഹിം, അത് വിട്ട് എന്റെ അഭിപ്രായം, സ്വന്തം ഒരു നിലപാട് എന്നിങ്ങനെ വിശ്വാസികൾക്കുണ്ടാകാനേ പാടില്ല. വമൻ യഅസില്ലാഹ വറസൂലഹു, ആരെങ്കിലും അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും ധിക്കരിക്കുന്നുവെങ്കിൽ, അനുസരിക്കാതിരിക്കുന്നുവെങ്കിൽ, ഫഖദ് ളല്ല ളലാലം മുബീന, അവർ വ്യക്തമായ വഴികേടിലാണ് എന്ന് വിശുദ്ധ ഖുർആൻ 33-ാം അധ്യായം സൂറത്തുൽ അഹ്സാബിലെ 36-ാമത്തെ ആയത്തിൽ പഠിപ്പിക്കുകയാണ്. അവിടെ യുക്തിചിന്തകൾക്ക് പ്രസക്തിയില്ല. അള്ളാഹ് പറഞ്ഞതാണോ അനുസരിച്ചു കൊള്ളണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചതാണോ അതിനെ മുച്ചൂടും അംഗീകരിച്ച് അനുസരിച്ച് കീഴ്പ്പെട്ടു പോകണം. ഉമർ റളിയല്ലാഹു അൻഹു തവാഫിന്റെ വേളയിൽ പറഞ്ഞ വാക്ക് പ്രസിദ്ധമാണല്ലോ, ഹജറുൽ അസ്വദിന് മുത്താണ്. ആ സന്ദർഭത്തിൽ മഹാനായ ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലാഹി ഇന്നി ലഅഅലമു അന്നക ഹജർ, അല്ലാഹു തന്നെയാണ് സത്യം, തീർച്ചയായും എനിക്കറിയാം നീ ഒരു കല്ലാണ് എന്നത്. ലാ തദുറു വലാ തൻഫ, എനിക്കൊരു ഉപകാരം ചെയ്തു തരാൻ കഴിയാത്ത, ഒരു ഉപദ്രവം വരുത്താൻ കഴിയാത്ത ഒരു കല്ലാണ് എന്നെനിക്കറിയാം. ഒരു ദിവ്യത്വം കൽപ്പിച്ചുകൊണ്ട് ഞാൻ നിന്നെ ചുംബിക്കുകയോ തടവുകയോ ഒന്നും ചെയ്യുന്നില്ല. വലൗല അന്നി റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുഖബ്ബിലുക്, ഈ ഹജറുൽ അസ്വദിനെ ചുംബിക്കുന്നത് ഞാൻ കണ്ടില്ലായിരുന്നുവെങ്കിൽ മാ ഖബ്ബൽതുക്, കല്ലേ ഞാൻ നിന്നെയും ചുംബിക്കുമായിരുന്നില്ല. അപ്പൊ അതിൽ നിന്നൊരു ഗുണം കിട്ടാനില്ല, ഉപകാരം പ്രതീക്ഷിക്കുന്നില്ല, ഉപദ്രവം ഭയക്കുന്നില്ല. വിഗ്രഹങ്ങളെ പോലെയല്ല വിശ്വാസികൾ ആ ഹജറുൽ അസ്വദിനെ കാണുന്നത് എന്ന് കൃത്യമായി കാണാൻ സാധിക്കും. എന്നിട്ടും എന്തിനാ പിന്നെ ആ കല്ലിനെ ചുംബിക്കുന്നത് എന്ന് ചോദിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹജറുൽ അസ്വദിനെ ചുംബിച്ചു, അതുകൊണ്ട് ഞാനും ചുംബിക്കുന്നു. ഇങ്ങനെ എത്രയോ സംഗതികൾ ചിന്തിച്ചു നോക്കൂ സഹോദരങ്ങളെ. കഅബയ്ക്ക് ചുറ്റും തവാഫ് ചെയ്യുകയാണ്. ഹജ്ജിനും ഉംറക്കും പോകുന്ന വിശ്വാസികൾ എല്ലാവരും ലക്ഷക്കണക്കിന് രൂപ മുടക്കി അവർ ചെയ്യുന്ന കർമ്മത്തിന്റെ ആ മർമ്മം മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഹജ്ജ് കൊണ്ട് യാതൊരു ഗുണവുമില്ല എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. തവാഫിൽ കഅബയ്ക്ക് ചുറ്റും 7 തവണ നമ്മൾ ചുറ്റിത്തിരിയുന്നുണ്ട്. ഒരാളെ ചോദിക്കുകയാണ്, എന്തുകൊണ്ട് 6 ആയിക്കൂടാ, അതല്ലെങ്കിൽ ഒന്ന് 8 ആയിക്കൂടാ, 8, 9, 10 ആക്കിക്കൂടാ? ചോദ്യമില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് പഠിപ്പിച്ചത്. സമിഅനാ വ അത്അനാ, അത് കേട്ടോളണം, അനുസരിച്ചു കൊള്ളണം. അതേപോലെ അതിനേക്കാൾ യുക്തിഭദ്രമായ ഒരു ചിന്ത, ഒരു ചോദ്യം, എല്ലായിടത്തും നമ്മൾ എന്താണ് ചെയ്യൽ? വലതിനെ മുന്തിക്കലാണ്, അല്ലെ? ഒന്നു എടുത്തപ്പോൾ നമ്മൾ ആദ്യം വലത് കൈ, അതേപോലെ തന്നെ വലത് കാൽ, എല്ലാം വലതിനെ മുന്തിക്കുകയാണ്. അതേപോലെ കുളിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്.
പള്ളിയിലേക്ക് കടന്നു വരുമ്പോഴും വലതുകാലം വെച്ചുകൊണ്ടാണ് നമ്മൾ കടന്നു വരുന്നത്. മുടി ചീകുമ്പോഴും അതേപോലെ വസ്ത്രം ധരിക്കുമ്പോഴും ചെരുപ്പ് ധരിക്കുമ്പോഴടക്കം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് വലതിന് മുന്തിക്കണം എന്നാണ്. പക്ഷെ ഈ വിശുദ്ധമായ കഅബയിൽ ചെന്നിട്ട് നമ്മൾ തവാഫ് ചെയ്യുമ്പോഴോ കഅബയെ ലെഫ്റ്റ് സൈഡിൽ ഇടത്താക്കിയിട്ടാണ്. എന്നിട്ട് തവാഫ് ചെയ്യുന്ന ആൾ ലെഫ്റ്റ് സൈഡിലേക്കാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്, ചുറ്റുന്നത്. എന്താ അങ്ങനെ? ചോദ്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അങ്ങനെയാണ്. ഇതുപോലെ കണിശമായി ദീനിയായ കാര്യങ്ങൾ വന്നാൽ അവിടെ യുക്തിയും മറുചോദ്യവും നിഷേധവുമായിട്ടുള്ള രീതി ഈമാനുള്ള വിശ്വാസികളുടേതല്ല എന്ന് നമ്മൾ ആവർത്തിച്ചാവർത്തിച്ച് പഠിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പല ഹദീസുകളെയും സ്വഹീഹാണ്, സ്വഹാബികളൊക്കെ അംഗീകരിച്ചതാണ് എന്ന് പറഞ്ഞാലും വലിയ യുക്തിയും ബുദ്ധിയും ഒക്കെ വെച്ചുകൊണ്ട് പരിഹസിക്കുകയും നിഷേധിക്കുകയും ചെയ്യുന്ന മതയുക്തിവാദികളായി മതത്തിന്റെ പുറത്തു പോകുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് ഹജ്ജ് നിർവഹിക്കുന്ന ഒരു വിശ്വാസിക്ക് മനസ്സിലാക്കാൻ സാധിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ ഒരു കാര്യത്തിൽ ഏത് വിഷയത്തിലാണെങ്കിലും എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരം, അങ്ങനെയാണ് അള്ളാഹ് പഠിപ്പിച്ചത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അങ്ങനെയാണ് എന്ന രീതിയിൽ പൂർണ്ണമായി കീഴൊതുങ്ങുമ്പോഴാണ് ഒരാൾ ഒരു യഥാർത്ഥ വിശ്വാസിയാകുന്നത്, മുഅ്മിനാകുന്നത്. അതാണ് ഹജ്ജ് നമുക്ക് പകർന്നു നൽകുന്ന മറ്റൊരു പാഠം. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിന്റെ എല്ലാ വിഷയങ്ങളും കൃത്യമായ ഉൾക്കാഴ്ചയോടുകൂടി കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി സ്വീകരിക്കാനുള്ള ഹൃദയ വിശാലത, വിശാലമായ ഒരു മനസ്സ് നമുക്ക് നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി ശ്രദ്ധിക്കണമെന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്. അള്ളാഹു നമുക്കതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, ഹജ്ജ് നമുക്ക് പകർന്നു നൽകുന്ന, നമ്മളെ വളർത്തിയെടുക്കുന്ന, നമുക്ക് നൽകുന്ന തർബിയത്തിൽ നാലാമത്തെ ഒരു കാര്യം പണ്ഡിതന്മാർ ഉണർത്തിയത് സ്വഭാവ സംസ്കരണവും തഖ്വാബോധവും അത് ഹജ്ജിലൂടെ പഠിപ്പിക്കുന്നുണ്ട് എന്നാണ്. സത്യത്തിൽ ദീനിൽ അതിനുള്ള സ്ഥാനം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകം പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അക്തറു മാ യുദ്ഖിലുൻ നാസൽ ജന്ന, മനുഷ്യന്മാരിൽ അധിക ആളുകളെയും സ്വർഗത്തിൽ കടത്തുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം തഖ്വല്ലാഹ് വ ഹുസ്നുൽ ഖുലുഖ്, പടച്ച റബ്ബിനെ ഭയന്ന് സൂക്ഷിക്കുക, അവന്റെ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിക്കുക എന്ന ഒരു കാര്യവും സൽസ്വഭാവവും. അതാണ് മനുഷ്യന്മാർക്ക് സ്വർഗത്തിൽ കടക്കാനുള്ള ഏറ്റവും അനുകൂലമായ ധാരാളം ആളുകൾ അതിലൂടെയാണ്, അക്കാരണത്താലാണ് സ്വർഗത്തിൽ കടക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മീസാനിൽ ഏറ്റവും വെയിറ്റ് ഉള്ള, കനം തൂങ്ങുന്ന സംഗതി, മാ മിൻ ഷൈഇൻ അസ്ഖലു ഫീ മീസാനിൽ മുഅ്മിൻ, ഒരു സത്യവിശ്വാസിയുടെ മീസാനിൽ ഏറ്റവും ഭാരമുള്ള യാതൊന്നുമില്ല യൗമൽ ഖിയാമ മിൻ ഹുസ്നിൽ ഖുൽഖ്, ഖിയാമത്ത് നാളിൽ അയാളുടെ സൽസ്വഭാവത്തെക്കാൾ വെയിറ്റുള്ള ഒന്നുമില്ലെന്ന്. അപ്പൊ അത്രമാത്രം സ്വഭാവത്തെ, സൽസ്വഭാവത്തെ പരിഗണിച്ച ആ രീതിയിൽ തർബിയത്ത് നൽകിയ മതമാണ് ഇസ്ലാം. ഹജ്ജ് അതിന് പരിശീലിപ്പിക്കുന്നുണ്ട്. ക്ഷമ വേണം, നല്ല സഹകരണവും സഹനവും ഒക്കെ ഉണ്ടാകണം, എങ്കിലേ ഹജ്ജ് വൃത്തിക്ക് ചെയ്തു വരാൻ പറ്റുള്ളൂ. തൊട്ടതിനൊക്കെ ദേഷ്യം പിടിക്കുകയും ആരുമായും സഹകരിക്കാതെ പുറംതിരിഞ്ഞു നിൽക്കുന്ന, മുഖം തിരിഞ്ഞു പോകുന്ന ആളുകളാണെങ്കിൽ അവരുടെ ഹജ്ജുമില്ല എന്ന് മാത്രമല്ല, പല ബന്ധങ്ങളെയും സൗഹൃദങ്ങളെയും നഷ്ടപ്പെടുത്തുകയും ചെയ്യും. പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നത്, അൽ ഹജ്ജു അശ്ഹുറും മഅലൂമാത്ത് ഫമൻ ഫറള ഫീഹിന്നൽ ഹജ്ജ ഫലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ്. അറിയപ്പെട്ട ഈ 3 മാസങ്ങളിലാണ് ഹജ്ജ്, ശവ്വാല്, ദുൽഖഅദ, ദുൽഹിജ്ജ. ഇതാണ് ഹജ്ജിന്റെ മാസങ്ങൾ. ആരെങ്കിലും ഹജ്ജിന് വേണ്ടി ഉറപ്പിച്ച് പുറപ്പെട്ടു കഴിഞ്ഞാൽ ഫലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ്, മോശപ്പെട്ട യാതൊരു വാക്കും പ്രവൃത്തിയും അതേപോലെ തന്നെ അധർമ്മപരമായ തെമ്മാടികളുടെ, തോന്നിവാസികളുടെ വാക്കുകളും പ്രവൃത്തികളും അനാവശ്യമായ തർക്കങ്ങളും ഒന്നും ഹജ്ജിൽ പാടില്ല എന്ന് അള്ളാഹു പഠിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നോക്കൂ, മൻ ഹജ്ജ ഫലം യർഫുസ്, ഒരാൾ ഹജ്ജ് ചെയ്തു, പക്ഷെ യാതൊരുവിധ മോശമായ മ്ലേച്ഛമായ വാക്കുകളോ പ്രവൃത്തികളോ ഒന്നും അയാളിൽ നിന്ന് വന്നിട്ടില്ല. വലം യഫ്സുഖ്,
ഒരു ദുർമാർഗിയുടെ അധർമ്മകാരിയുടെ യാതൊരു വാക്കും പ്രവൃത്തിയും അയാളിൽ നിന്നുണ്ടായിട്ടില്ല. അങ്ങനെയാണ് ഒരാൾ ഹജ്ജ് ചെയ്ത് വന്നതെങ്കിൽ റജഅ കയൗമി വലദതുഹു ഉമ്മുഹു, അയാൾ ഹജ്ജ് കഴിഞ്ഞ് വരുമ്പോൾ അയാൾക്കുള്ള കാര്യമാണ് പറഞ്ഞത്. ഉമ്മ പ്രസവിച്ച ആ ദിവസം ആ പിഞ്ചു കുഞ്ഞായിരിക്കും നമ്മൾ പാപക്കറകളൊന്നും തീണ്ടാത്ത, തെറ്റിനെ കുറിച്ച് ആലോചിക്കുക പോലും ചെയ്യാത്ത, മോണ കാട്ടി പുഞ്ചിരിക്കുന്ന ആ മൃദുലതയുടെ, ആത്മാർത്ഥതയുടെ, നിഷ്കളങ്കതയുടെ പ്രതീകമായ ആ കൊച്ചു കുഞ്ഞിനെ പോലെ പ്രായം എത്രയായ ആളുകളും ഇതേ രീതിയിൽ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വന്നാൽ ആ രൂപത്തിലായിരിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പോ സൽസ്വഭാവം ഏറെ ശ്രദ്ധിക്കേണ്ടതാണ്. അതേപോലെ അഞ്ചാമത്തെ ഒരു കാര്യം റബ്ബിലേക്കുള്ള ആശ്രയത്വവും വിധേയത്വവും. അതും ഹജ്ജ് നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട്. ഇസ്ലാമിന്റെ അടിസ്ഥാന ആശയങ്ങളിൽപ്പെട്ട ഒന്നാണ്. യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, അല്ലയോ മനുഷ്യരെ, നിങ്ങൾ എല്ലാവരും പടച്ച റബ്ബിലേക്ക് ആവശ്യമുള്ള ആളുകളാണ്. നിങ്ങളൊക്കെ ഫക്കീറന്മാരാണ്. വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്, അല്ലാഹു മാത്രമാണ് ആശ്രയം ആവശ്യമില്ലാത്തവൻ, സ്തുത്യർഹനായ അല്ലാഹു. അതുകൊണ്ട് ഏത് കാര്യത്തിലും നിങ്ങൾക്ക് ചോദിക്കാനുള്ളത്, സമീപിക്കാനുള്ളത് പടച്ച റബ്ബിനോടാണ്. വല്ലാഹുൽ ഗനിയ്യു വഅൻതുമുൽ ഫുഖറാ, അല്ലാഹു ഖുർആനിൽ വീണ്ടും ആവർത്തിച്ചു പറഞ്ഞു, അല്ലാഹുവാണ് ആശ്രയം ആവശ്യമില്ലാത്ത നിരാശ്രയനായിട്ടുള്ളവൻ. നിങ്ങൾ എല്ലാവരും ആശ്രയം ആവശ്യമുള്ളവരാണ്. അത് പ്രകടമാകുന്ന പല രംഗങ്ങളും ആ ഹജ്ജിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. ഇഹ്റാമിൽ പ്രവേശിക്കുന്ന വിശ്വാസി, അറഫയിൽ നിൽക്കുന്ന ആളുകൾ, മിനയിൽ സംഗമിക്കുമ്പോൾ, മുസ്ദലിഫയിൽ രാപ്പാർക്കുമ്പോൾ എല്ലാം തന്റെ വിനയവും തന്റെ താഴ്മയും റബ്ബിലേക്ക് താൻ എത്ര കണ്ട് ആശ്രയിച്ചു നിൽക്കുന്നു എന്ന് സ്വയം ബോധ്യപ്പെടുന്ന, അത് അറിഞ്ഞുകൊണ്ട് റബ്ബിനോട് ചോദിക്കുന്ന, കണ്ണ് അറിയാതെ നനഞ്ഞ് കണ്ണുനീരുകൾ നിലത്ത് ചാടുന്ന അവസ്ഥയുണ്ടായിരിക്കും. ആ ആത്മാവ് ഉൾക്കൊണ്ടുകൊണ്ട് ഹജ്ജ് ചെയ്യുന്ന ആളുകളുടെ ഹജ്ജിൽ, സഅയിൽ എല്ലാം ആ വിധേയത്വം, താഴ്മ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയുള്ള ആളുകളെ അഭിമാനത്തോടുകൂടി പടച്ച റബ്ബ് നോക്കിക്കൊണ്ട് മലക്കുകളോട് പറയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. മലക്കുകളെ സാക്ഷിയാക്കി അല്ലാഹു പറയും, ഉൻദുറു ഇലാ ഇബാദി, നോക്കൂ എന്റെ അടിമകളെ, ദാസന്മാരെ, ഹഉലാഇ ജാഊനി ശഅതൻ ഗബറാ, അവർ മുടി ജടകുത്തി ശരീരത്തിലും വസ്ത്രത്തിലുമൊക്കെ പൊടി പുരണ്ട് എന്റെ അടുക്കലേക്ക് എന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് അവർ എന്നോട് ചോദിക്കുന്നതൊക്കെയും ഞാൻ അവർക്ക് നൽകും എന്ന് പറയുന്ന ആവശ്യത്തിന്റെയും വിധേയത്വത്തിന്റെയും ഏറ്റവും താഴ്മ പ്രകടിപ്പിച്ചുകൊണ്ട് റബ്ബിലേക്ക് കൈകൾ ഉയർത്തി ഹൃദയം സമർപ്പിച്ചുകൊണ്ട് ചോദിക്കുന്ന ചോദ്യം അള്ളാഹു തട്ടിക്കളയുകയില്ല എന്ന്. അതാണ് ആ വസ്ത്രം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഇവിടെ നല്ല നല്ല റൂമിൽ, നല്ല നല്ല മെത്തയിൽ, വിരിപ്പിൽ കിടന്നുറങ്ങുന്ന ആളുകൾക്ക് മിനയിൽ എത്തിക്കഴിഞ്ഞാൽ മുസ്ദലിഫയിൽ രാപ്പാർക്കുമ്പോൾ കല്ലും മണ്ണൊക്കെ നിൽക്കുന്ന ആ സ്ഥലം, അവിടെ എന്താണ് നമ്മുടെ കയ്യിലുള്ളത് അത് വിരിച്ച് അവിടെ കിടക്കുകയാണ്. ഇങ്ങനെ ഹജ്ജിന്റെ വേളയിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും പരിശുദ്ധ ഖുർആൻ ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച സൂറത്തുൽ ഹജ്ജിലെ 27-28 ആയത്തുകളിലൂടെ അതിലേക്ക് നമ്മെ ശ്രദ്ധ ക്ഷണിക്കുന്നുണ്ട്. വഅദ്ദിൻ ഫിന്നാസ് ബിൽ ഹജ്ജി യഅതൂക റിജാലൻ വഅലാ കുല്ലി ളാമിർ, പ്രവാചകരെ, ജനങ്ങളോട് ഹജ്ജിനെ സംബന്ധിച്ചുള്ള വിളംബരം താങ്കൾ നടത്തുക, പ്രഖ്യാപനം നടത്തുക. യഅതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. അങ്ങനെ ആളുകൾ ആ വിളി കേട്ട് അതിന് ഉത്തരം ചെയ്യുന്ന ആളുകൾ ദൂരദിക്കുകളിൽ നിന്ന് അവർ വാഹനപ്പുറത്തായും അതേപോലെ നടന്നുകൊണ്ടുമൊക്കെ അവരവിടെ എത്തും. ലിയഷ്ഹദൂ മനാഫിഅ ലഹും, അവർക്കുള്ള ചില മൻഫഅത്തുകൾ, പ്രയോജനങ്ങൾക്ക് അവർ സാക്ഷിയാകാൻ. ഭൗതികമായ നേട്ടങ്ങളും ലാഭങ്ങളും മാത്രമല്ല, പണ്ഡിതന്മാർ വിശദീകരിച്ചു, ഐ ലിയനാലു ബിബൈത്തില്ലാഹി മനാഫിഅ ദീനിയ, അള്ളാഹുവിന്റെ ഭവനമായ ആ വിശുദ്ധ കഅബയെ കൊണ്ട് വിശ്വാസികളായ ആളുകൾക്ക് മതപരമായ ചില നന്മകൾ, നേട്ടങ്ങൾ നേടിയെടുക്കാനുണ്ട്. മിനൽ ഇബാദാത്തിൽ ഫാദില, ശ്രേഷ്ഠമായ ആരാധനാകർമ്മങ്ങൾ. ഇവിടെ ചെയ്യുന്നതിനേക്കാൾ ഉത്തമമായ പ്രതിഫലം കിട്ടും. വൽ ഇബാദാത്തുല്ലത്തി ലാ തകൂനു ഇല്ലാ ഫീഹി, ചില ഇബാദത്തുകൾ നാട്ടിൽ വെച്ച് ചെയ്യാൻ പറ്റൂല, അത് അവിടെ തന്നെ ചെയ്യേണ്ടത്. അങ്ങനെയുള്ള പ്രത്യേകമായ ഇബാദത്തുകളും ഒക്കെ കണ്ട് അവർക്ക് അനുഭവിച്ച് അതിന്റെ ഗുണം പറ്റാൻ വിശ്വാസികളോട് ഹജ്ജിന് വേണ്ടി തയ്യാറെടുക്കാൻ അള്ളാഹു കൽപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇനിയും സാമ്പത്തിക ശേഷിയുണ്ടായിട്ട് ശാരീരികമായി പ്രയാസങ്ങളില്ലാത്ത ആളുകൾ ഹജ്ജ് ഒരിക്കലും അത് അവസാനത്തേക്ക് നീട്ടിവെക്കേണ്ട സംഗതിയല്ല, ആരോഗ്യമുള്ളപ്പോൾ ചെയ്യേണ്ടതാണ്. അതിനുള്ള തൗഫീക്കിന് വേണ്ടി പടച്ച റബ്ബിനോട് ദുആ ചെയ്ത് ആ ഒരു മനസ്സുമായി ഈ വർഷം പോകാൻ പറ്റുന്നവർ ഈ വർഷം തന്നെ പോകണം, കഴിഞ്ഞില്ലെങ്കിൽ അടുത്ത വർഷമെങ്കിലും ഇൻഷാ അല്ലാഹ് ഇതേ സ്ഥിതിയിൽ ആരോഗ്യവും സമ്പത്തും ഉണ്ടെങ്കിൽ ഞാൻ പോയിരിക്കും എന്നൊരു തീരുമാനത്തിലേക്ക് എത്താൻ നമുക്ക് സാധിക്കണം. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. അതേപോലെ ഉളഹിയത്തിന്റെ കാര്യം പ്രത്യേകം ഉണർത്തുകയാണ്.
ഈദുൽ അദ്ഹ അടുത്തു വരുമ്പോൾ ഉളഹിയത്തിന്റെ പ്രാധാന്യവും അതിന്റെ മഹത്വമൊക്കെ നമുക്കറിയാം. അതിന്റെ മനസ്സ് നമുക്കുണ്ടാകണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിയായ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഒക്കെ സ്വീകരിച്ച് യഥാർത്ഥ മുഅ്മിനായി മുത്തഖിയായി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ അബദ്ധങ്ങളും തെറ്റുകുറ്റങ്ങളും റഹ്മാനായ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ദിവസങ്ങളിൽ 2-3 ആളുകളുടെ മരണവാർത്ത അറിയാൻ സാധിച്ചു. അവർക്കൊക്കെ അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി ആദരിക്കുമാറാകട്ടെ. കൂട്ടത്തിൽ പ്രത്യേകം നമ്മുടെ അടുത്ത പ്രദേശമായ കലൂര് കറുകപ്പള്ളിയിലുള്ള ഒരു സുഹൃത്തു കൂടിയാണ് എൻ്റെ ഹാഷിമിന്റെ ഭാര്യ അൻസി മരണപ്പെട്ട വിവരം അറിയാൻ സാധിച്ചു. അധികം പ്രായമൊന്നുമില്ലാത്ത ഒരു ചെറുപ്പക്കാരിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ വേർപാടിലൂടെ വിഷമിക്കുന്ന മക്കൾക്കും ഭർത്താവിനും കുടുംബത്തിനുമൊക്കെ ആശ്വാസവും സമാധാനവും നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار وأدخلنا الجنة مع الأبرار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله على نبينا محمد وعلى آله وأصحابه وسلم والحمد لله رب العالمين.